ശബരിമല അഭിഷേക ശേഷമുള്ള നെയ് വിൽപ്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് വിജിലൻസ് അന്വേഷണം. അഹമ്മദ് മുജ്തബയുടെ വിവരങ്ങൾ നൽകാനായി. മുജ്തബ, ഏത് സാഹചര്യത്തിലാണ് വിജിലൻസ് അന്വേഷണം? എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും? പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശിക്കുന്നത് അഭിഷേകത്തിന് ശേഷമുള്ള നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേട് സംബന്ധിച്ചാണ്. അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് തന്നെ അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. വിജിലൻസിനെ സ്വമേധയാ ഈ കേസിൽ ഹൈക്കോടതി കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം കൂടി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കാനാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർക്ക് കോടതി നിർദ്ദേശിക്കുന്നത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 1 മാസത്തിനകം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ മുൻകൂർ അനുമതി വേണ്ടതില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നെയ്യ് വിൽപ്പനയിലൂടെ ലഭിച്ച ലക്ഷക്കണക്കിന് രൂപ ദേവസ്വം ബോർഡിന് നൽകിയിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. ഈ കണക്കുകൂട്ടലുകളിലെ പ്രധാനപ്പെട്ട ഒരു പൊരുത്തക്കേട് കോടതി അത് കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതൊരു ഉത്തരവിൽ വളരെ വിശദമായി തന്നെ അതിന്റെ കണക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചതാണ്. ഒരു അശ്രദ്ധ കൊണ്ടുണ്ടായ ഒരു വീഴ്ചയാണെന്ന് കണക്കാക്കാൻ കഴിയില്ല. മാത്രമല്ല, നെയ്യ് വിൽപ്പനയ്ക്ക് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി. പലപ്പോഴും റെസിപ്റ്റ് നൽകാതെയും കണക്ക് കൃത്യമായി തന്നെ നൽകാതെയും ഒക്കെയുള്ള ഒരു വീഴ്ച, ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ മണ്ഡലകാലത്ത് നട തുറന്ന ആഴ്ചയിൽ തന്നെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം കുറെ കൂടി ഗൗരവമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി വ്യക്തമാക്കുന്നുണ്ട്. 2025 നവംബർ 17 മുതൽ ഡിസംബർ 26 വരെയുള്ള കാലയളവിൽ മരാമത്ത് ബിൽഡിംഗിലെ കൗണ്ടറിൽ നിന്നും വിറ്റ 13,679 പാക്കറ്റ് നെയ്യിന്റെ പണം, അതില് ഏകദേശം 13,67,900 രൂപ കണക്കാക്കേണ്ടി വരും. അത് ദേവസ്വം അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ശബരിമലയിൽ അഭിഷേക ശേഷമുള്ള നെയ് വിൽപ്പനയിൽ ക്രമക്കേടാണ്. ആ ക്രമക്കേടിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് അഹമ്മദ് മുജ്തബ നൽകിയത്.